ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കാരക്ക വെച്ച് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കാം. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാരക്ക ഞാൻ ഉപ്പിലിട്ട് തരുന്നതാണ് കേട്ടോ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായംപൊടി, ഉലുവാപ്പൊടി, അത്രയും പൊടികളാണ് കേട്ടോ എടുത്തത്. പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് മാറ്റി വച്ചേക്കണ കാരക്ക ചേർത്ത് കൊടുക്കാം. കാരക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ പൊടികളൊക്കെ കാരക്കയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരക്കയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലയൊക്കെ എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് ആവശ്യത്തിന് ചൊറുക്കയാണ് കേട്ടോ. ചൊറുക്കയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരക്ക നമ്മൾ ഉപ്പിലിട്ട് വച്ചതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാരക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.